എല്ലാവർക്കും സിദ്ധുട്ടൻസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ സേവ പരിപാടിയാണ് കേട്ടോ. സേവ പീച്ച് കഴിഞ്ഞിട്ട് ബാക്കി ലാസ്റ്റ് കുറച്ച് മാവുണ്ടാവും, അത് പീച്ചാനേ കിട്ടില്ല എത്ര നോക്കിയാലും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അതിനെ ചെറിയ ചെറിയ കുഴക്കട്ടയാക്കിയിട്ട് ആവിയിൽ വെച്ചെടുക്കും. അപ്പോൾ ഇതിനെ പാൽ കുഴക്കട്ടയാക്കാമെന്ന് വിചാരിച്ചിട്ട് പീച്ചാൻ കിട്ടാത്ത മാവിനെ ഞങ്ങളുടെ സേവ പറയും, നൂൽപുട്ട് അതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ അരി മാവ് അരച്ച് വിരകിയിട്ട് അങ്ങനെയാണ് സേവ ഉണ്ടാക്കുക. അപ്പോൾ ഇതിനെ ചെറിയ ചെറിയ ഉണ്ടാക്കിയിട്ട് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കും. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക, അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത്, തേങ്ങ കൊത്തുവാണെങ്കിലും ഇടാം കേട്ടോ. എനിക്ക് തേങ്ങ ചിരകിയത് ഇട്ടിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ തേങ്ങ ചിരകിയത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും ബദാമും നമ്മുടെ കയ്യിലുള്ള എന്ത് നട്ട്സ് വേണമെങ്കിലും ഇടാം കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് നല്ല ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു ആവശ്യത്തിനുള്ള മധുരത്തിന് ഞാൻ ശർക്കരയാണ് ഇവിടെ എടുക്കുന്നത്. ശർക്കര ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കൊഴുക്കട്ട എന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് പാല് കുറവായത് കൊണ്ട് അത് നന്നായി മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഈ പാവ് ഉരുക്കിയിട്ടില്ലേ, വെള്ളപ്പാവ്, അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക. അതിലേക്ക് നമ്മുടെ വെന്ത കൊഴുക്കട്ട ഇടുക. അപ്പോൾ നന്നായി ഒന്ന് കുറുകി വരും കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ നെയ്യ് വറുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് അതിൽ ഇട്ടിട്ട് കഴിഞ്ഞാൽ അടിപൊളി പാൽ കൊഴുക്കട്ട റെഡിയായി കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ സേവയും പാൽ കൊഴുക്കട്ടയും ബാക്കിയുള്ള മാവ് കൊണ്ട് അടയും ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം.